പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ബ്രദറിൻ്റെ മെസ്സേജിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്തെന്നാൽ ദൈവം സ്നേഹമാണ്. ദൈവം തിന്മകളാൽ ഒന്നും തന്നെ നമ്മെ പരീക്ഷിക്കത്തില്ല. അവൻ നന്മ മാത്രം ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം കൊണ്ടുവരുന്നത് കള്ളനാണ്. അവൻ വരുന്നത് എന്തിനാണെന്നറിയോ? അറുപ്പാനും മുടിപ്പാനുമാണ്. എന്നാൽ ദൈവം വന്നത് സ്നേഹം തരുവാനും അത് നമുക്ക് സമർത്ഥമായി തരുവാനുമാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ പല ചോർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ എപ്പോൾ ആ ബോധ്യത്തിൽ നിന്ന് കൽപ്പിക്കുന്നോ അതോടുകൂടി ഈ വചനം, ദൈവിക വചനം അല്ലെങ്കിൽ യേശു എന്ന നാമം ഒരു കത്രിക പ്രവർത്തിക്കുന്നത് പോലെ ആ പ്രശ്നത്തിന് മേൽ പ്രവർത്തിക്കുകയും ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ വിടിവിക്കുകയും ചെയ്യും. ഈ ബോധ്യം എൻ്റെ ജീവിതത്തിൽ ഭയങ്കരധികം ഒരു മാറ്റം എന്നുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് ഇന്ന് മുതൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ പഠിക്കുകയോ അവിടെ നമ്മളുടെ ജീവിതത്തിലുണ്ടായ ചോർച്ച നിൽക്കും, തിന്മ നിൽക്കും, സമൃദ്ധി ഉണ്ടാകാൻ തുടങ്ങും. ഈ വചനം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിൽ നിന്നും ഇന്ന് നിങ്ങൾ നന്മ പ്രാപിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ചോർച്ച ഇന്ന് തടയപ്പെടണം. യേശു പറഞ്ഞു, മോഷ്ടിപ്പാനും അറക്കുവാനും മുടിക്കുവാനും ശത്രു കടന്നു വരുന്നു. തിരുടൻ തിരുടവും കൊല്ലവും അറുക്കവും വരുகிறாൻ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം മോഷണം പോയാൽ, ദൈവം തന്നത് മോഷണം പോയാൽ അത് ദൈവം എടുത്തതല്ല, ഒരുത്തൻ മോഷ്ടിക്കുന്നതാണ് എന്ന് യേശു പറഞ്ഞു. உங்களுடைய வீட்டில் இருக்கக்கூடிய தெய்வம் தந்ததை யாராவது திருடன் திருடி கொண்டாள் என்றால் அது தேவனுடைய சித்தம் இல்லை, அது திருடக்கூடிய பிசாசினுடைய தந்திரமாக இருக்கிறது. നിന്റെ വീട്ടിലെ എന്ത് നഷ്ടപ്പെട്ടാലും അതിന്റെ ഉത്തരവാദി ദൈവം അല്ല, അത് സാത്താനാണ്. உன்னுடைய வீட்டின் எல்லா விதத்திலும் உத்தரவாதம் என்பது அது தேவன் இல்லை, அது சாத்தானாக. യേശു വന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനുമാണ്. ജീവനുള്ളതാகவும் அதை பரிபூரணம் செய்வதற்காக மட்டுமே ദൈവം തരുന്നത് സമൃദ്ധിയാണ്. ദൈവം തന്നത് അത് സമൃദ്ധി. യേശുവിന്റെ നാമം ദൈവം നമുക്ക് തന്നിട്ടുള്ളത് യേശുവിനുடைய നാമത്തെ ദൈവം നമുക്ക് ഒരു കത്രിക പോലെ ഉപയോഗിക്കാനാണ്. അതെ, ഒരു കത്രികോൾ പോലെ அதை ഉപയോഗിക്കാൻ. എല്ലാവരും എന്റെ കൈ കാണിക്കുന്ന പോലെ കാണിച്ച കത്രിക പോലെ. അത് കത്രികോൾ പോലെ. യേശുവിന്റെ നാമം പറയുമ്പോൾ യേശുവിനുடைய നാമം சொல்லுമ്പോൾ ഏതാണോ നിന്നെ തകർത്ത് കളഞ്ഞത് അത് മുറിഞ്ഞു പോകും. കത്രിക പോലെ മുറിച്ചു കളയും. ഏത് ഉന്നെ താഴ്ത്തി പോട്ടതോ അത് அந்த കത്രികോളിനാൽ അത് വെട്ടപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൂത് ശ്രദ്ധിക്കേ. ചോർച്ചയെ മുറിച്ചു കളയണം, തകർച്ചകളെ മുറിച്ചു കളയണം, ക്യാൻസറിനെ മുറിച്ചു കളയണം, പ്രതിസന്ധികളെ മുറിച്ചു കളയണം. ഇന്ന് പകൽ അതിനെ മുറിച്ചു കളയണം. ഈ വചന സന്ദേശം നിങ്ങൾ എല്ലാവരും കേൾക്കണം. എൻ്റെ ജീവിതത്തിൽ അത് എന്താണോ എന്നെ പഠിപ്പിച്ചത് അത് നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു അത്ഭുതകരമാക്കി ഒരു വിടുതലാക്കി മാറ്റും. ഹല്ലേലൂയ.